അപകടത്തിൽപ്പെടുന്ന ശബരിമല തീർത്ഥാടകർക്ക് പ്രത്യേക ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്തുകയും എന്നാൽ ആ ലിസ്റ്റിൽ നിന്ന് കൊല്ലം ജില്ലയെ ഒഴിവാക്കിയതിനെതിരെയും പ്രതിഷേധം ശക്തമായി. ജില്ലയിൽ അടുത്തിടെ 2 വ്യത്യസ്ത സംഭവങ്ങളായി 2 ഇതര സംസ്ഥാന ശബരിമല തീർത്ഥാടകർ മരണമടയുകയും എന്നാൽ ഇവർക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഇൻഷുറൻസ് തുകയ്ക്ക് അർഹത ഉണ്ടാകില്ല എന്ന വാർത്ത വന്നതോടെയാണ് ശക്തമായ പ്രതിഷേധം ഉയർന്നിരിക്കുന്നത്. അപകടം നടന്ന സ്ഥലം ഇൻഷുറൻസ് പദ്ധതിയുടെ പരിധിയിൽപ്പെടാത്തതാണ് ഇതിന് കാരണം. ശബരിമല ദർശനത്തിനെത്തുന്നവർ അപകടത്തിൽപ്പെട്ട് മരിക്കുകയോ പരിക്കേൽക്കുകയോ ചെയ്താൽ സാമ്പത്തിക സഹായം ലഭ്യമാക്കുന്നതിനായി ദേവസ്വം ബോർഡ് ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കിയിരുന്നു. മരിക്കുന്നവരുടെ ആശ്രിതർക്ക് 5 ലക്ഷം രൂപയും പരിക്കേൽക്കുന്നവർക്ക് പരിക്കിന്റെ തീവ്രതയനുസരിച്ച് 50,000 രൂപ മുതൽ ചികിത്സാ സഹായവും ലഭ്യമാക്കുന്നതായിരുന്നു പദ്ധതി. എന്നാൽ പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ, ഇടുക്കി ജില്ലകളെ മാത്രമേ ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരുന്നുള്ളൂ. ആര്യങ്കാവ് ഉൾപ്പെടുന്ന കൊല്ലം ജില്ല ഇൻഷുറൻസ് പദ്ധതിയുടെ പരിധിയിൽ വരുന്നില്ല എന്നതാണ് പ്രധാന പ്രശ്നം. ഏറ്റവും കൂടുതൽ ഇതര സംസ്ഥാനത്തു നിന്നുള്ള ശബരിമല തീർത്ഥാടകർ കടന്നു പോകുന്നത് ഇതുവഴിയാണ്. എന്നാൽ കൊല്ലം ജില്ലയോട് എന്തിന്റെ പേരിലാണ് ചിറ്റമ്മ നയം എന്ന് ദേവസ്വം ബോർഡ് വ്യക്തമാക്കണമെന്നാണ് ശബരിമല തീർത്ഥാടകർ ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെടുന്നത്. അതേസമയം സമീപകാലത്ത് നടന്ന അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ കൊല്ലം, എറണാകുളം ജില്ലകൾ കൂടി ഇൻഷുറൻസ് പരിധിയിൽ ഉൾപ്പെടുത്തുന്നതിന് ശ്രമം നടത്തിവരികയാണെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇക്കാര്യം ഇൻഷുറൻസ് കമ്പനി അധികൃതരുമായി സംസാരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഫോക്സ് TV ന്യൂസ്, പുനലൂർ.